വാക്കുകൊണ്ട് അന്യരെ സേവിക്കാൻ ഏവർക്കും കഴിയും. പരോപകാരണാർത്ഥായ വചനേക ദരിദ്ര എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. അന്യന് ഉപകാരം ചെയ്യാൻ വാക്കിന് ദാരിദ്ര്യമില്ലല്ലോ എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. വാക്കുകൊണ്ട് ചെയ്യുന്ന സേവനം പലതരത്തിലുണ്ട്. ദുഃഖിക്കുന്നവരെ സമാശ്വസിപ്പിക്കാൻ വാക്കുകളെ ഉപയോഗിച്ച് സേവന നിരതമാകാം. നമുക്കറിയാവുന്ന വിദ്യ അന്യരെ പഠിപ്പിക്കുന്നതിലൂടെയും വാങ്മയ സേവനം ചെയ്യാം. ഇത്തരത്തിൽ വാക്കുകൊണ്ട് ആർക്കും സേവനം ചെയ്യാം. വാക്കുകൊണ്ട് മാത്രം മഹത്തായ സേവനം ചെയ്ത കഥ പക്ഷിശ്രേഷ്ഠനായ സമ്പാദിയിലൂടെ രാമായണത്തിൽ വിവരിക്കുന്നുണ്ട്. സഹോദരനായ ജടായുവിൻ്റെ ഉദകക്രിയ നടത്താൻ പ്രായാധിക്യമുള്ള സമ്പാദിയെ വാനരന്മാർ സഹായിച്ചു. അതിന് പ്രത്യുപകാരമായി സീതാദേവി ലങ്കയിൽ അശോകവനത്തിൽ ഇരിപ്പുണ്ടെന്ന വിവരം സമ്പാദി വാനരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇതേപോലെ ഏവർക്കും സ്വന്തം പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വാക്കുകൾ കൊണ്ട് സേവനം ചെയ്യാൻ കഴിയുമെന്നതിൽ സംശയമില്ല. തുടർന്ന് ഗുരുവചനം കേൾക്കാം. ഹൃദയം ശുദ്ധമാകണമെങ്കിൽ ഈശ്വരനോട് പ്രേമമുണ്ടാകണം, സദ്ഗുണങ്ങളുണ്ടാകണം. ഈശ്വരനോട് അടുക്കുന്നതിനുള്ള പ്രധാന തടസ്സം നമ്മുടെ സ്വാർത്ഥതയാണ്. അന്യരോട് കരുണ തോന്നുമ്പോൾ നമ്മുടെ സ്വാർത്ഥത തനിയേ കൊഴിഞ്ഞു പോകുന്നു. മാതാ അമൃതാനന്ദമയി ദേവി.